സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആകാംക്ഷവാനോളം 1008 പോയിന്റുകളുമായി കണ്ണൂരാണ് ഒന്നാമത്. 1003 പോയിന്റുമായി തൃശൂർ തൊട്ടു പിന്നിലുണ്ട്. 998 പോയിന്റുമായി കോഴിക്കോടാണ് മൂന്നാമത്. പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലമാണ് സ്കൂളുകളിൽ ഒന്നാമത്. ആര് വാഴും ആര് വീഴും ഉദ്വേഗത്തിന്റെ മണിക്കൂറുകളാണ്. കലോത്സവ വേദിയിൽ നേരിയ മുന്നേറ്റം കണ്ണൂരിന്റെ കുട്ടികൾക്കാണ്. തൃശൂരും കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട്. 993 പോയിന്റോടെ പാലക്കാട് നാലാമതും 964 പോയിന്റുമായി കൊല്ലം 5ാം സ്ഥാനത്തുമാണ്. വിധി നിർണയത്തിൽ അവസാന മത്സരഫലങ്ങൾ നിർണായകമാകും എന്നുറപ്പ്. കണ്ണൂരാണ് ആധിപത്യം, കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത്. ഇത്തവണ കപ്പടിക്കും നമ്മൾ. ഏതായത് ജില്ല തൃശ്ശൂർ തൊട്ടു പിന്നിലുണ്ടായി. ഞങ്ങളെ അങ്ങ് താഴ്ത്താൻ നോക്കി. പക്ഷേ പിന്നെ പത്തനംതിട്ട ജില്ല ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാ. എന്തായാലും കാശ്മീർ 8 ഇനങ്ങളാണ്. വഞ്ചിപ്പാട്ടുണ്ട്, നാടോടി നൃത്തമുണ്ട്. 168 കുട്ടികളെ മത്സരത്തിനെത്തിച്ച പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം തുടർച്ചയായി 13ാം തവണ വ്യക്തിഗത ചാമ്പ്യന്മാരായ സ്കൂളായി. 238 പോയിന്റ്. 187 പോയിന്റുമായി പത്തനംതിട്ട കിടങ്ങാനൂർ SVG VHSS 2ാം സ്ഥാനത്തും 129 പോയിന്റുമായി MGM HSS മാനന്തവാടി 3ാം സ്ഥാനത്തുമാണ്. ഞങ്ങളുടെ ഗുരുകുലം അത്ര ഇത് 13ാം തവണയാണ് ഞങ്ങൾ വാങ്ങുന്നത്. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. HS ഓവറോൾ ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഞങ്ങൾ നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവര് സ്മാപ്പിയാണ്, സ്മാർട്ട് ആൻഡ് ഹാപ്പി ചിൽഡ്രൻ ആണ്. അതുകൊണ്ട് തന്നെ അവര് വിജയിച്ചു. 13ാമത്തെ വർഷം നമ്മൾ കപ്പടിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു. ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് തന്നെയായിരിക്കും കപ്പ് എന്നുള്ളത്. വൈകിട്ടാണ് കലോത്സവ സമാപന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മോഹൻലാലാണ് മുഖ്യാതിഥി. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.